Hello everyone, Assalamu alaikum. Welcome to our channel. ഇന്ന് ഞാനൊരു നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ആണ് ട്ടോ. നമ്മൾ ബോട്ടിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അത് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ ആക്രിലിക് പെയിന്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് സ്പോഞ്ച് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിക്കണമെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. കാരണം എൻ്റെ കയ്യിലൊക്കെ നന്നായി പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെയിൻ്റൊന്നും കയ്യിലാവാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഗ്ലൗസ് ഒന്ന് ധരിച്ചോളൂ. അപ്പോൾ നമ്മൾ ബോട്ടിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടിയില്ല ബോട്ടിലിന്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഒന്ന് റീടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഉണങ്ങിയ ശേഷം കൊടുക്കാൻ നോക്കുക കേട്ടോ. ഞാനിവിടെ സെക്കൻഡ് കോട്ടിന് വേണ്ടിയിട്ട് ബ്ലൂവും പിന്നെ കുറച്ച് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആക്കിയിട്ടാണ് ബോട്ടിലിന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ പെയിൻറ്റൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബോട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 to 45 minutes ഒന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇപ്പോൾ ഇതാ ബോട്ടിൽ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉണങ്ങിയപ്പോൾ. ഇനി നമുക്ക് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുറച്ച് സീഡ്സാണ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റിക്ക് ചെയ്യാൻ ഞാനിവിടെ ഒരു ഹോട്ട് ഗ്ലൂ ഗണ്ണും എടുത്തിട്ടുണ്ട്. നമുക്കിത് ബോട്ടിലൊന്ന് നമുക്ക് ഈ സീഡ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഞാനിവിടെ കസ്റ്റർഡ് ആപ്പിളിൻ്റെ സീഡ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കസ്റ്റർഡ് ആപ്പിളിൻ്റെ റെസിപ്പി ഞാനിട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിരുന്നു സീഡ്സൊന്നും നമുക്ക് കളയേണ്ട, നമുക്ക് പിന്നെ ആവശ്യം വരുന്ന. അപ്പോൾ ഞാനതിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി സീഡ്സ് എല്ലാം ഈ ബോട്ടിലിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് താഴെ കുറച്ച് വൈഡായിട്ടും മേലെ കുറച്ച് നാരോ ആയിട്ടും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സീഡ്സ് എല്ലാം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പ് പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഈ സീഡ്സ് എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പേൾ വൈറ്റ് കളറിലെ ആക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ പേൾ വൈറ്റ് കളർ ഒന്നും കൂടി കുറച്ചും കൂടി ഗ്ലേസിങ്ങും ആയിട്ടും കുറച്ചും കൂടി ഭംഗിയായിട്ടും ഉണ്ടായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ കളർ ചെയ്തിട്ടാണ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വരാം. ഞാനിതിവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയും ഗ്യാപ്പൊന്നും കൊടുക്കാതെ ശരിക്കും കവർ ചെയ്തിട്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോട്ടിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ്സിലും ഒന്ന് ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ലൈറ്റായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ബോട്ടിൻ്റെ ടോപ്പിലും ഒരു പേൾ വൈറ്റ് കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ടാണ് ഒന്ന് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മളെ ബോട്ടിൽ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി വീണ്ടും ഇതുപോലെ നല്ല വീഡിയോസുമായി വരും വരെ ബൈ എവ്രിവൺ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.